നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് 70.76% പേർ വോട്ട് രേഖപ്പെടുത്തി. കാലാവസ്ഥാനുകൂലമായതും പോളിംഗ് വർദ്ധിക്കാൻ കാരണം. നഗര ഗ്രാമപ്രദേശങ്ങളിലെല്ലാം മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. അരുൺ ആലത്തൂറും ശിവദാസ് കന്മനവും ചേരുന്നു. ആദ്യം അരുണിലേക്ക്. അരുൺ, പോളിംഗ് സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ്. 70% മുകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഔദ്യോഗികമായി വരുന്ന കണക്കുകൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഔദ്യോഗികമായിട്ട് ഏറ്റവും പുതുതായിട്ട് നമുക്ക് ലഭിക്കുന്ന കണക്ക് 70.76% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5 മണിവരെയുള്ള കണക്കാണ് ഈ 70.76% എന്നുള്ളത്. ഏതായാലും ഇനി ഈ 1 മണിക്കൂറോളം, അതായത് 5 മണി മുതൽ 6 മണി വരെയുള്ള സമയത്തെ പോളിംഗ് അതും കൂടെ കൂട്ടുമ്പോൾ ഏകദേശം ഒരു 75% താഴെയായിരിക്കും പോളിംഗ് എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വളരെ മികച്ച പോളിംഗ് തന്നെ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് മുൻപുള്ള തെരഞ്ഞെടുപ്പുകളെയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ മുൻ തെരഞ്ഞെടുപ്പിൽ 76% വരെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു 2021. അതിനേറെക്കുറെ അടുത്തേക്ക് ഇത്തവണ ഈ പോളിംഗ് ശതമാനം എത്തും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. ഓരോ പഞ്ചായത്തുകളും അതുപോലെ തന്നെ നഗരസഭയും ഒക്കെ കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ ഓരോ ഇടത്തും വ്യത്യസ്ത തരത്തിലാണ് പോളിംഗ് ശതമാനം ഉള്ളത്. ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള അമരമ്പലത്ത് പോളിംഗ് ശതമാനം അല്പം കുറവായിട്ട്, അതായത് ഇടതുപക്ഷം ഭരിക്കുന്ന അമരമ്പലം പഞ്ചായത്തിൽ പോളിംഗ് ശതമാനം അല്പം കുറവായിട്ടാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ UDF ഭരിക്കുന്ന ചില സ്ഥലങ്ങളിൽ പോളിംഗ് ശതമാനം ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട്. ഒപ്പം തന്നെ നിലമ്പൂരിൽ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ നഗരസഭയിലാണ്. നിലമ്പൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ തന്നെ ആദ്യം ഒരു മന്ദഗതിയിലായിരുന്നു പോളിംഗ് ഈ നഗരസഭയിൽ ഉണ്ടായത്. പിന്നീട് ഉച്ചയോട് നല്ല രീതിയിൽ പോളിംഗ് ഉണ്ടാവുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഏതായാലും വൈകിട്ടോടായപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു ബൂത്തിൽ ഉൾപ്പെടെ പോളിംഗ് സമയം കഴിഞ്ഞിരിക്കുന്നു. ഗേറ്റ് ഇതിനോടകം തന്നെ കൃത്യം 6 മണിക്ക് ഗേറ്റ് അടച്ചിട്ടുണ്ട്. ആളുകൾക്ക് സ്ലിപ്പ് നൽകുകയും മറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം വലിയ നീണ്ട ക്യൂ ഒന്നും എവിടെയും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. ഇതൊരു പൊതുചിത്രമാണ്. അതായത് മണ്ഡലത്തിന്റെ വിവിധ ബൂത്തുകളിൽ സമാന രീതിയിൽ തന്നെയാണ്. വലിയ ക്യൂവും നീണ്ട നിരയൊന്നും ഈ സമയത്ത് എവിടെയും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും നിലമ്പൂരിലെ ജനങ്ങൾ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്, അതായത് എത്രത്തോളം ഈ പോളിംഗ് ശതമാനമൊക്കെ ആർക്ക് തുണയ്ക്കും, ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു സ്ഥിതി തന്നെയാണ്. ഏതായാലും ശിവദാസ് കന്മനം കൂടെ എൻ്റെ കൂടെ ചേരുന്നുണ്ട്. ശിവദാസ്, നമുക്ക് മുൻ തിരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത്, അതായത് നേരത്തെ PV അൻവർ മത്സരിച്ച വേളയിൽ ആദ്യ തിരഞ്ഞെടുപ്പ് അൻവറിന്റെ കന്നി അംഗത്തിന്റെ ആ ഒരു സമയത്ത് നോക്കുമ്പോൾ, ആദ്യമായിട്ട് അൻവർ വിജയിച്ച തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുമ്പോൾ 11,000-ഓളം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിനുശേഷം 2021 വരുമ്പോൾ അൻവറിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് അതൊരു 2,700 കുറയുകയാണ് ചെയ്തത്. അപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞത് അവിടെ സ്വാഭാവികമായിട്ടും UDFന് ഗുണം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇത്തവണ ഏതായാലും ശക്തമായ, മുൻപത്തെ പോലെയുള്ള കാര്യങ്ങൾ ശക്തമായ ഒരു ചതുഷ്കോണ മത്സരമാണ്. ഈ പോളിംഗ് ശതമാനത്തിലെ ഇത്തവണ പോളിംഗ് ശതമാനം കൂടുകയാണെങ്കിൽ അത് ആരെ തുണയ്ക്കും, അതല്ലെങ്കിൽ ഈ ഒരു 75-നുള്ളിൽ നിൽക്കുകയാണെങ്കിൽ അത് ആരെ തുണയ്ക്കും, എങ്ങനെയാണ് ഈ പഞ്ചായത്തുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു കൃത്യമായ ചിത്രം വായിച്ചെടുക്കാൻ കഴിയുക? നമുക്ക് 2016 PV അൻവർ മത്സരിച്ച ആ സമയത്ത് ഏകദേശം 79% പോളിംഗ് ആണ് അന്ന് രേഖപ്പെടുത്തിയത്. അതിനുശേഷം 2021 വരുമ്പോൾ പോളിംഗ് ശതമാനം അല്പം കുറഞ്ഞിരുന്നു. 77% ആയിരുന്നു അന്ന് പോളിംഗ് രേഖപ്പെടുത്തിയത്. അതായത് 2% കുറവുണ്ടായിരുന്നു. പക്ഷേ ആ രണ്ടാം തവണ അൻവർ വിജയിച്ച സമയത്ത് അന്ന് അൻവറിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞിരുന്നു. അതായത് 2016 11,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അൻവർ വിജയിച്ചു. അതിനുശേഷം നടന്ന 2021 പോളിംഗ് ശതമാനം കുറഞ്ഞ സമയത്ത് PV അൻവറിൻ്റെ ഭൂരിപക്ഷം 2,700 കുറഞ്ഞിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇതുവരെയുള്ള 5 മണി വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ ഏകദേശം 70.76 ആണ് ഔദ്യോഗികമായി അവസാനമായി ലഭിച്ച ഈ കണക്കുകൾ പറയുന്നത്. ഇനി പരമാവധി പോയാൽ 75 കടക്കാൻ ഉള്ള ഒരു സാധ്യത ഇല്ല. ഇതിന് ഈ കണക്ക് വന്നതിന് ശേഷം 1 മണിക്കൂർ മാത്രമാണ് പോളിംഗ് ഉണ്ടായത്. മാത്രമല്ല ഇപ്പോൾ പലയിടത്തും വലിയ ഒരു നീണ്ട ക്യൂ ഒന്നും തന്നെ ഇല്ല. ഗേറ്റുകളെല്ലാം അടച്ചിട്ടുണ്ട്. ഒരു പൊതുചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ എവിടെയും വലിയ ക്യൂ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഒരു 75% താഴെ ആകാനാണ് നിലവിലുള്ള ഒരു സാധ്യത. നമുക്കറിയാം, സ്വാഭാവികമായും ഇത് ഈ ഒരു വർഷത്തിനുള്ളിൽ മാത്രം 3 തിരഞ്ഞെടുപ്പുകളെ നേരിട്ടു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് നിലമ്പൂരിനെ സംബന്ധിച്ച്. അതിലുള്ള ഒരു അമർഷവും അതിലുള്ള ഒരു കൃത്യമായി അവരുടെ ഒരു പ്രതിഷേധം ഇത് പ്രകടമാക്കുന്നുണ്ട്. കാരണം സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇന്ന് അനുകൂലമായ ഒരു കാലാവസ്ഥ പോലും അനുകൂലമായിരുന്നു. പക്ഷേ അത്രത്തോളം മുൻപ് 2021
2021-ലെയും 2016-ലെയും തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും അത് ആരെ ബാധിക്കും എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് പറയാൻ കഴിയില്ല. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ അല്പം പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ കണക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ 7 ഗ്രാമപഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ നിലമ്പൂർ നഗരസഭയും ഇതടക്കം 8 തദ്ദേശ സ്ഥാപനങ്ങളാണ് ഉള്ളത്. അതിൽ 5 എണ്ണമാണ് UDF ഭരിക്കുന്നത്, 3 എണ്ണം LDF-നും. ഏകദേശം സമാസമം തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപാണ് ചുങ്കത്തറ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അത് LDF ആയിരുന്നു ഭരിച്ചിരുന്നത്. ഒറ്റ സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് LDF ആ ചുങ്കത്തറ പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. പിന്നീട് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അവിടെ UDF അത് പിടിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ബലാബലത്തിൽ തന്നെയാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ LDF-ഉം UDF-ഉം ഉള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ NDAയുടെ ഒരു കാര്യം കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഈ ഓരോ ഘട്ടത്തിലും NDA ഇവിടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതായത് അവരുടെ വോട്ടിംഗ് നില വർദ്ധിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. കാരണം 5000-ൽ താഴെയായിരുന്നു ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് NDAയുടെ ഈ മണ്ഡലത്തിലുണ്ടായിരുന്ന ഒരു വോട്ടിംഗ് നില. അത് പിന്നീട് 10,000-ന് മുകളിലേക്ക് കടന്നു. പാർലമെൻറ്റിൽ നവ്യ ഹരിദാസ് മത്സരിച്ച സമയത്ത് അത് 13,500-ഓളം വോട്ട് ലഭ്യമായിരുന്നു. അതിനുശേഷം K. സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് 17,500-ൽ കൂടുതൽ വോട്ട് പിടിക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും BDJS-ൻ്റെ സ്ഥാനാർത്ഥി 2021-ൽ മത്സരിച്ച സമയത്ത് 2016-ൽ മത്സരിച്ച സമയത്ത് 12,000-ൽ കൂടുതൽ വോട്ട് ലഭിച്ചിരുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിൽ 5,000-ന് താഴെ മാത്രം ഉണ്ടായിരുന്ന ആ വോട്ടിംഗ് നില സ്വാഭാവികമായും ഓരോ ഘട്ടത്തിൽ അത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ NDAയുടെ വോട്ടിംഗ് നില വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ PV അൻവർ കൂടി ഇവിടെ മത്സര രംഗത്തുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 2 തവണയായി PV അൻവറാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭാ സാമാജികൻ ആയിരുന്നത്. അതുകൊണ്ട് തന്നെ PV അൻവർ കൂടി മത്സരിക്കുമ്പോൾ ഇത് ആരെ ബാധിക്കും, സ്വാധീനിക്കും എന്നുള്ളത് കൃത്യമായി നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് UDF-ന് വളരെ സ്വാധീനമുള്ള മേഖല. അതായത് വഴിക്കടവ് പഞ്ചായത്ത് ഇവിടെ UDF-നാണ് പൊതുവെ സ്വാധീനമുള്ള മേഖല എങ്കിൽ പോലും അവിടെ അൻവറിനും വലിയ രീതിയിൽ സ്വാധീനം ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആർക്ക് ഗുണം ചെയ്യും? അവിടുത്തെ ഇപ്പോഴത്തെ പോളിംഗ് ശതമാനമൊക്കെ കണക്ക് കൂട്ടുമ്പോൾ അവിടെ പോളിംഗ് ശതമാനം അല്പം ഉയർന്നു നിൽക്കുന്നുണ്ട് വഴിക്കടവിൽ. പക്ഷേ എങ്കിൽ പോലും അത് അൻവറിന് UDF-ൻ്റെ മണ്ഡലമാണെങ്കിലും അവിടെ അൻവറിന് കൂടെ സ്വാധീനമുള്ള ഒരു മേഖല കൂടെയാണ്. അതായത് നേരത്തെ ശിവദാസ് പറഞ്ഞ കണക്കുകൾ പ്രകാരം നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ പഞ്ചായത്തുകളും മറ്റും പരിശോധിക്കുമ്പോൾ നിലമ്പൂർ നഗരസഭയിൽ LDF ആണ് ഭരിക്കുന്നത്. അതുപോലെ തന്നെ വഴിക്കടവിൽ UDF ആണ്, മൂത്തേടത്തും UDF ആണ്, എടക്കരയിലെ UDF ആണ്, അതുപോലെ പോത്തുകല്ലിലാണ് LDF ഭരിക്കുന്നത്. ചുങ്കത്തറയിൽ LDF ആയിരുന്നു, പിന്നീട് അത് UDF കൈക്കലാക്കുകയായിരുന്നു. ഇവിടം വളരെ ബലാബലമാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ കരുളായിലെ UDF ആണ്, അമരമ്പലത്തിലും LDF ആണ് ഭരിക്കുന്നത്. ഇതിലിപ്പോൾ ഈ LDF-ൻ്റെ ശക്തി കേന്ദ്രങ്ങളായ അമരമ്പലം അതുപോലെ തന്നെ പോത്തുകല്ല്, ഇതിൽ ഈ അമരമ്പലത്തൊക്കെ പോളിംഗ് ശതമാനം നന്നായി താഴ്ന്നാണ് കാണുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ആർക്കാണത് തുണയ്ക്കുക എന്നുള്ളതൊരു സ്വാഭാവികമായിട്ടുള്ള ചോദ്യമായിട്ട് ഉയരുന്ന ഒരു സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജിൻ്റെ സാന്നിധ്യം അതേതായാലും ഈ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം മലയോര ജനതയുടെ പ്രതിനിധിയാണ് മോഹൻ ജോർജ്. അതുകൊണ്ട് തന്നെ മോഹൻ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടെ തന്നെ മലയോര മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ ഗണ്യമായിട്ട് തന്നെ NDAയിലേക്ക് എത്താനുള്ള സാധ്യത വളരെയേറെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു പ്രവചനാതീതമായ കാര്യങ്ങൾ പോവും. അതായത് ഈ മുന്നണികൾ സാധാരണ മുൻപ് ഞാൻ പറഞ്ഞ ആദ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചൊരു ലോജിക്ക് ഉണ്ട്. മുൻപ് എങ്ങനെയാണോ PV അൻവറിന് വോട്ട് കുറയുകയും അതായത് 11,000-ഓളം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന PV അൻവറിന് 2,700-ലേക്ക് അൻവറിൻ്റെ പോളിംഗ് ശതമാനം ഈ 2021-ലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിലേക്ക് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് UDF-നാണ് ഗുണം ചെയ്തത് എന്നുള്ളതാണ് മുൻപുണ്ടായിരുന്ന ഒരു സാഹചര്യം. പക്ഷേ മുൻപ് ഇടതുപക്ഷവും അതുപോലെ തന്നെ UDF-ൻ്റെയും മാത്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന തരത്തിലായിരുന്നു BJP-യെ സംബന്ധിച്ചിടത്തോളം നില എല്ലാ സമയത്തും മെച്ചപ്പെടുത്തുന്ന ഒരു സ്ഥിതിയുമായിരുന്നു മുൻപ് കാണാൻ സാധിച്ചത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതൊരു ചതുഷ്കോണ മത്സരമാണ്. അതുകൊണ്ട് തന്നെ ഈ മുന്നണികളുടെയൊക്കെ പ്രവചനങ്ങൾക്കപ്പുറമായി മാറും ഈ പോളിംഗ് ശതമാനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ. അതായത് കുറവ് വന്നു കഴിഞ്ഞാൽ അത് UDF-ന് ഗുണം, അതല്ലെങ്കിൽ കൂടുതൽ വന്നാൽ ഇടതുപക്ഷത്തിന് ഗുണം എന്നുള്ള ആ പഴയ ട്രെൻഡ് ഏതായാലും ഇത്തവണ ഫലിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്തവണത്തെ ഈ ഒരു ചതുഷ്കോണ മത്സരമായതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലായിരിക്കും
ആയിരിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് PV അൻവർ എത്രത്തോളം വോട്ട് പിടിക്കും. വഴിക്കടവിലൊക്കെ സാമാന്യം നല്ല രീതിയിലുള്ള പോളിംഗ് ഉണ്ട്. അപ്പോൾ വഴിക്കടവൊക്കെ അൻവറിന് കുറച്ച് സ്വാധീനമുള്ള മേഖലയാണ്. ഒപ്പം തന്നെ ഈ NDA സ്ഥാനാർത്ഥിക്ക് സ്വാധീനമുള്ള മേഖലകളുണ്ട്. പ്രത്യേകിച്ച് എടക്കര ഒരു ക്രിസ്ത്യൻ ബെൽറ്റാണ്, അവിടെ നല്ല രീതിയിൽ തന്നെ പോളിംഗ് ഉണ്ട്. അത്തരം മേഖലകളിൽ എത്രത്തോളം വോട്ട് ഈ NDA സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് അവിടെ നിന്നും സമാഹരിക്കുമെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട്. അപ്പോൾ ഈ അൻവറും അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജും എത്രത്തോളം വോട്ട് പിടിക്കും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഏതായാലും മുന്നണികൾക്ക് യാതൊരു തരത്തിലുള്ള ആശകൾ നൽകുന്ന സാഹചര്യമില്ല എന്നുള്ളതല്ലേ നിലവിലെ? തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കൃത്യമായി പറയാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉള്ളത്. കാരണം പ്രവചനാതീതം തന്നെയാണ്. കാരണം ചതുഷ്കോണ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം വിവിധ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് LDFും UDFും ഒക്കെ മതമൗലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ 3 ആഴ്ചയോളം മാത്രമാണ് ഇവിടെ ഈ ഒരു പ്രചാരണം ഉണ്ടായിരുന്നത്. ഈ കാലയളവിൽ അവർക്ക് കൃത്യമായി വികസനം ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതെല്ലാം തന്നെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പല ഇടങ്ങളിലും നമ്മളിപ്പോൾ സഞ്ചരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂരിനെ സംബന്ധിച്ച് കേരളത്തിൽ തന്നെ വളരെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ്. മാത്രമല്ല ഈ ഒരു മലയോര മേഖല കൂടിയാണ് നിലമ്പൂർ. നിരവധി വനവാസികൾ ഉള്ള ഒരു മേഖല കൂടിയാണ്. വന്യമൃഗശല്യം രൂക്ഷമായ ഒരു സ്ഥലം കൂടിയാണ്. പലപ്പോഴും ഇവിടെ കാട്ടാന ആക്രമണത്തിലെല്ലാം തന്നെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത്തരത്തിൽ വന്യമൃഗശല്യം നിരവധി കർഷകർ ഉണ്ട്. അവരുടെ ഈ കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ച ആളുകൾ അവർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം, അതൊക്കെ സ്വാഭാവികമായും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് NDA സ്ഥാനാർത്ഥി മാത്രമാണ് ചർച്ച ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. കാരണം നമുക്കറിയാം മറ്റു ഉള്ളവർക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം അവിടെ നിലവിൽ പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ട്. കാരണം നിലവിൽ അവരായിരുന്നല്ലോ LDFിൻ്റെയും UDFിൻ്റെയും അവർ മാറിയിട്ടാണ് ഇവിടെ നിയമസഭാ സാമാജികരായത്. അതുകൊണ്ട് തന്നെ അവർക്ക് പല മേഖലയിലേക്കും കടന്നു ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. നമുക്കറിയാം പാലമാട് കോളനിയിലടക്കം അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ വോട്ട് ബഹിഷ്കരിച്ച കാര്യമെല്ലാം തന്നെ നമ്മളന്ന് മുൻപ് ചർച്ച ചെയ്തതാണ്. അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ മേഖല. മലയോര മേഖലയിലെ അവിടെ 45 വർഷത്തോളമായി പ്രവർത്തിച്ചിരുന്ന ഒരു കാൻഡിഡേറ്റാണ്, സ്ഥാനാർത്ഥി കൂടിയാണ് NDAയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. സ്വാഭാവികമായും ആ മേഖലയിൽ നിന്നും വലിയൊരു മുന്നേറ്റം NDA പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ആ മേഖലയിൽ 45 വർഷമായി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്നു. കൃത്യമായി മറ്റൊരു പാർട്ടിയിലായിരുന്നു, കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു അന്ന് NDA ഇപ്പോഴുള്ള NDA കാൻഡിഡേറ്റ് എങ്കിലും അവർക്ക് കൃത്യമായി ആ മേഖലയിലുള്ള ആളുകൾക്കെല്ലാം തന്നെ കൃത്യമായി അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിനും അവരുടെ പ്രശ്നങ്ങളൊക്കെ അറിയാം. പക്ഷേ ഇവിടെ PV അൻവർ ആണെങ്കിലും അതിന് മുൻപ് ആര്യാടൻ ഷൗക്കത്താണെങ്കിലും M സ്വരാജ് ആണെങ്കിലും M സ്വരാജ് പലപ്പോഴും ഈ മണ്ഡലത്തിലുള്ള ആളാണെങ്കിൽ പോലും ഈ മണ്ഡലത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. സംസ്ഥാനത്തൊക്കെ മറ്റു പല പ്രത്യേകിച്ച് എറണാകുളം കേന്ദ്രീകരിച്ചായിരുന്നു M സ്വരാജിൻ്റെ ഒക്കെ പ്രവർത്തനം. ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. LDFിനും UDFിനെയും മാറി പിന്തുണച്ച ഒരു മണ്ഡലമായിരുന്നു മുൻപ് സ്വാഭാവികമായും. പക്ഷേ ഇവിടെ കൃത്യമായി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അത് സ്വാധീനിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം 3 ആഴ്ചക്കാലം നീണ്ടുനിന്ന ആ തെരഞ്ഞെടുപ്പിന് ഒടുവിൽ നിലമ്പൂർ ജനത ഏതായാലും വിധി എഴുതിയിരിക്കുന്നു. ഇനി പോളിംഗ് ശതമാനം എത്രയാണ് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു വ്യക്തത ലഭിക്കാനായിട്ടുള്ളത്. ആ വ്യക്തത എത്ര നമുക്ക് വരും മണിക്കൂറുകളിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ചിത്രം പ്രേക്ഷകർക്ക് നൽകാൻ കഴിയും എന്നുള്ളതാണ്. അതേസമയം തന്നെ വളരെ രാഷ്ട്രീയപരമായിട്ട് നിരവധി വിഷയങ്ങൾ ഈ മണ്ഡലം കഴിഞ്ഞ 3 ആഴ്ചക്കാലം ചർച്ച ചെയ്തു എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായിട്ടും നേരത്തെ ശിവദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ഡലത്തിലെ അനവധി ജനകീയ വിഷയങ്ങൾ, പ്രത്യേകിച്ച് നിലമ്പൂർ ബൈപ്പാസ് 30 വർഷമായി ഇടത് വലത് മുന്നണികൾ മാറി ഭരിച്ചിട്ടും ഒരു പരിഹാരവുമില്ലാതെ തുടരുന്ന നിലമ്പൂർ നഗരത്തിൻ്റെ ഗതാഗതക്കുരുക്ക്, ഒപ്പം തന്നെ നിലമ്പൂർ നഗരത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ, നിലമ്പൂർ മണ്ഡലത്തിലെ മലയോര ജനത അനുഭവിക്കുന്ന അനവധി വിഷയങ്ങൾ, പ്രത്യേകിച്ച് വന്യജീവി ആക്രമണങ്ങൾ, കാട്ടുപന്നിയും അതുപോലെ തന്നെ പുലിയും കാട്ടാനിയും ഒക്കെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വലിയ രീതിയിൽ ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വെച്ചു. ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും അനന്തു എന്ന 15 വയസ്സുകാരനെ കാട്ടുപന്നിക്ക് വെച്ച ഷോക്കിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ കെണിയിൽ നിന്ന് ഷോക്കേറ്റ് ജീവൻ നഷ്ടമാവുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഒപ്പം തന്നെ കഴിഞ്ഞ പ്രളയ സമയത്തും മറ്റും തകർന്ന പാലങ്ങൾ ഇപ്പോഴും അവിടെ നന്നാക്കിയിട്ടില്ല എന്നുള്ള വലിയ പരാതി മണ്ഡലത്തിൽ ഉയരുന്ന ഒരു സ്ഥിതി. അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ വനവാസി മേഖലകളിൽ ഇപ്പോഴും ജനങ്ങൾക്ക് വൈദ്യുതിയില്ല, വെള്ളമില്ല. ഒപ്പം അവർ കഴിയുന്നത് പോലും ടാർപോളിൻ കൊണ്ട് മറച്ച
കുടിലുകളിലാണ് എന്നുൾപ്പെടെയുള്ള നിരവധി അനവധി ജനകീയ വിഷയങ്ങൾ, അത്തരം വിഷയങ്ങളായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഈ തെരഞ്ഞെടുപ്പിലുടനീളം ചർച്ചയാക്കിയത്. എൻ ഡി എ എന്ന മുന്നണിയും പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്, രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പ്രധാനമായിട്ടും അവർ ചർച്ച ചെയ്തതും അത്തരം വിഷയങ്ങളായിരുന്നു. പക്ഷേ ഇടത് വലത് മുന്നണികൾ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു ഭാഗത്ത് UDF കൂട്ടുപിടിക്കുന്നു, മറുവശത്ത് ഇടതുപക്ഷം PDP യെ കൂട്ടുപിടിക്കുന്നു. അത്തരത്തിലുള്ള പ്രീണന രാഷ്ട്രീയങ്ങളും പല വിവാദങ്ങളും ഉയർത്തുകയായിരുന്നു. ആ വിവാദങ്ങളിൽ ചർച്ചകൾ വഴിതിരിച്ചു വിടുകയായിരുന്നു ഇടത് വലത് മുന്നണികൾ ചെയ്തത്. ഏതായാലും അത്തരത്തിലുള്ള അത് തന്നെയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് 70.76% പേർ വോട്ട് രേഖപ്പെടുത്തി. ഇത് 5 മണിവരെയുള്ള കണക്കാണ്. കാലാവസ്ഥ അനുകൂലമായതും പോളിംഗ് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. നഗര ഗ്രാമപ്രദേശങ്ങളിലെല്ലാം മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. വീണ്ടും നമ്മൾ അരുൺ ആലത്തൂരിലേക്കും ശിവദാസ് കന്മനത്തിലേക്കും പോകുകയാണ്. അരുൺ, നേരത്തെ വിലയിരുത്തലുകൾ നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രധാനമായും ഇടതും വലതും വർഗീയത കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോഴൊക്കെ NDAക്ക് BJPക്ക് ഒരൊറ്റ നിലപാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം. കാരണം അതിന്റെ പ്രസക്തി എത്രത്തോളമാണ് എന്നുള്ളത് കൃത്യമായി തന്നെ ജനകീയ വിഷയങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ NDA സ്ഥാനാർത്ഥിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയല്ലേ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജനകീയ വിഷയങ്ങളിലൂന്നി വികസന മുന്നേറ്റത്തിനായി ഈ തെരഞ്ഞെടുപ്പിനൊരു വോട്ട് എന്നുള്ള മുദ്രാവാക്യവുമായി നീങ്ങിയത്. തീർച്ചയായിട്ടും വികസനത്തിന് ഒരു വോട്ട് എന്ന നിലയിൽ തന്നെയായിരുന്നു NDAയെ സംബന്ധിച്ചിടത്തോളം അവർ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ഉന്നയിച്ച ഒരു മുദ്രാവാക്യം എന്നുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് വികസനത്തിന് വേണ്ടി, മറ്റൊന്ന് വർഗീയതയ്ക്കെതിരെ. ഈ 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് NDA ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. ഏതായാലും അവർ അത് ഈ ഒരു നിലമ്പൂരിലേക്ക് മാത്രമായി പറഞ്ഞു വെച്ചൊരു മുദ്രാവാക്യമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കേരളത്തിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ നിന്ന് അവർ കൃത്യമായൊരു രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് പറഞ്ഞു വെക്കുന്ന കാര്യം വികസനത്തിന് വേണ്ടി വർഗീയതയ്ക്കെതിരെ എന്നുള്ളതായിരുന്നു. ഏതായാലും ആ ഒരു കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ഉൾപ്പെടെ അതുപോലെ തന്നെ UDFന്റെ ഉൾപ്പെടെ കാപഢ്യം അവർ തുറന്നു കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യാവസാനം കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. ഏതായാലും അവർ കൃത്യമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളതാണ് അല്ലേ ശിവദാസ്? നമുക്ക് പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങൾ, അതായത് ഒരു വശത്ത് NDA, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് NDA ഒരു വശത്ത് അവരുടെ വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ അമൃത് ഭാരത് സ്റ്റേഷൻ, നിലമ്പൂർ സ്റ്റേഷനെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കാര്യങ്ങളാണെങ്കിലും, നിലമ്പൂർ തെക്കിൻതടികൾക്ക് ജിയോ ടാഗ് നൽകിയതാണെങ്കിലും, അല്ലെങ്കിൽ വനവാസി മേഖലയിൽ നൽകിയിട്ടുള്ള വികസനമാണെങ്കിലും, അത്തരം കാര്യങ്ങൾ വികസനം അവർ കൃത്യമായിട്ട് പറഞ്ഞു വോട്ട് ചോദിക്കുന്നു. മറുവശത്ത് വിവാദങ്ങളായിരുന്നു വലിയ ഒരു നിഴലിച്ചു നിന്നത്. ഒന്ന്, ആദ്യം തുടങ്ങിയത് മലപ്പുറത്തെ പേര് പറഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങളായിരുന്നു. പിന്നെ അത് ഈ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിൻ്റെയും കൂട്ടുകെട്ടായിരുന്നു. പിന്നെ അതുപോലെ PDPയും ഇടതുപക്ഷത്തിൻ്റെ കൂട്ടുകെട്ടായി. അതിനിടെ ഒരു പെട്ടി വിവാദം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തി. അതായത് നിലമ്പൂരിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അനാവശ്യ വിവാദങ്ങൾ, അവർക്ക് ഒരു ഗുണവുമില്ലാത്ത കാര്യങ്ങൾ വലിയ ചർച്ചയാക്കാൻ നോക്കിയതൊക്കെ അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ? തീർച്ചയായും, സ്വാഭാവികമായും അത് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമുക്കറിയാം, അരുണും ഞാനും എല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിലെല്ലാം തന്നെ ഈ നിയമസഭാ മണ്ഡലത്തിൻ്റെ പല മേഖലകളിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തിരുന്നു. പലരുടെയും പ്രതികരണമെല്ലാം തന്നെ എടുത്തിരുന്നു. അവർക്ക് ഇത്തരം വിഷയങ്ങളിലൊന്നും തന്നെ താല്പര്യമില്ല. നമ്മൾ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് മലയോര മേഖലയിലേക്കൊക്കെ പോകുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് അവർക്ക് വലുത്. ഇത്തരം വിവാദ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മതപരമായ വിഷയങ്ങളോ ഒന്നും തന്നെ ആയിരുന്നില്ല. ഇവിടെ ഇടത് വലത്, നമുക്കറിയാം ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തെ നമ്മൾ അതിൻ്റെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ LDFും UDFും ഒക്കെ മാറി ഭരിച്ചിരുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ മണ്ഡലത്തെക്കുറിച്ച് കൃത്യമായി വികസനത്തെക്കുറിച്ച് അവർക്ക് പറയാൻ കഴിയില്ല. കാരണം അവർ ഒന്നും ചെയ്തിട്ടില്ല. അത് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ മറ്റു വിവാദ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. അപ്പോൾ അരുണൊക്കെ അറിയാവുന്നതാണ്, പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട്, അതോടൊപ്പം തന്നെ PDPയുമായുള്ള സ്വാഭാവികമായും അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറം ജനപ്രതിനിധി തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് റിപ്പോർട്ട് ചെയ്ത നിരവധി വിഷയങ്ങൾ, പ്രത്യേകിച്ച് നിലമ്പൂർ ബൈപ്പാസ് സംബന്ധിച്ച വാർത്ത നമ്മൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞത് ഒരു സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി ഒഴിച്ച് ബാക്കി ആരും അവിടെ തിരിഞ്ഞു നോക്കിയില്ല, അത്തരം അവരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തേയില്ല എന്നുള്ള. അതേപോലെ തന്നെയാണ് ശിവദാസ് റിപ്പോർട്ട് ചെയ്ത ആ മലയോര ജനതയുടെ വിഷയം. അവർ ഇപ്പോഴും ടാർപോളിൻ കൊണ്ടുള്ള കുടിലുകളിൽ താമസിക്കുന്നത് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ചങ്ങാടത്തിൽ യാത്ര ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള, പാലമില്ലാതെ ബുദ്ധിമുട്ടുന്ന വിഷയങ്ങൾ, ഇതൊന്നും ഇടത് വലത് മുന്നണികൾ അഡ്രസ്സ് ചെയ്തില്ല എന്ന് മാത്രമല്ല
നിലമ്പൂരിലെ ജനതയ്ക്ക് ഒരു ഗുണവുമില്ലാത്ത കുറേയേറെ ഒരു നേതാവിൻ്റെ പെട്ടി പരിശോധിച്ചു എന്നുള്ളതൊക്കെയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതല്ലേ? തീർച്ചയായും അത്തരത്തിൽ ഒരു പെട്ടി വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ ഒരു 10ാം ക്ലാസ്സുകാരൻ ഒരു പന്നിക്കണി തട്ടി ഷോക്കേറ്റ് മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് വിവാദമാക്കാൻ ശ്രമിച്ചു. സ്വാഭാവികമായും അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ കർഷകരുടെ പ്രശ്നങ്ങളായിരുന്നു ചർച്ച ചെയ്യപ്പെടേണ്ടത്. പക്ഷേ അതിൻ്റെ മറ്റൊരു വശം കൂടി എടുത്തു അത് രാഷ്ട്രീയമായി കൊണ്ടുവന്ന് രാഷ്ട്രീയ വിവാദമാക്കാനുള്ള ശ്രമം ആയിരുന്നു അന്ന് ആ 10ാം ക്ലാസ്സുകാരുടെ മരണത്തിൽ സംഭവിച്ചത്. അതോടൊപ്പം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ട് സ്വാഭാവികമായും അത് മതമൗലികവാദികളുമായുള്ള ഒരു കൂട്ടുകെട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം ഇവിടെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. അവർക്ക് അവരുടെ ജീവിതം തന്നെയാണ് വലുത്. പലപ്പോഴും ഇത്രയും വർഷം ഇവർ ഭരിച്ചിട്ടും കൃത്യമായി തന്നെ ഒരു പരിഹാര നടപടികളും കാണാത്ത നിരവധി പ്രശ്നങ്ങൾ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ഇങ്ങനെ ഈ ഒരു താഴെ തട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു മലയോര മേഖലയിലേക്കൊക്കെ പോകുമ്പോൾ അവർ നമ്മളോട് നേരിട്ട് പറയുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ഈ ഒരു സ്ഥാനാർത്ഥികൾ അവരോട് പറയുന്നില്ല എന്നുള്ള പരാതികൾ പോലും നമ്മളോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ അരുൺ റിപ്പോർട്ട് ചെയ്ത ബൈപ്പാസിൻ്റെ പ്രശ്നമാണെങ്കിലും ഇവിടെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ആ പദ്ധതി ഇപ്പോഴും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മലയോര പ്രശ്നങ്ങൾ വനവാസികൾ ഇപ്പോഴും ചെറിയ ഒരു ഷട്ടറിൻ്റെ താഴെ മാത്രം കഴിയുന്ന നിരവധി പേര് ഇവിടെ ഉണ്ട്. പലർക്കും വീടില്ലാത്ത നിരവധി ആളുകൾ ഉണ്ട്. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിൽ കഴിയുന്ന നിരവധി ആളുകളുണ്ട്, നിരവധി കുടുംബങ്ങളുണ്ട്. വീടില്ലാത്ത നിരവധി കുടുംബങ്ങൾ, അവർക്ക് അപേക്ഷ നൽകി വർഷങ്ങളായി കാത്തിരിക്കുന്ന കുറേ കുടുംബങ്ങൾ, അവർക്ക് കൃത്യമായി ഒരു മറുപടി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നില്ല. അങ്ങനെ അവരുടെ ജീവിത പ്രശ്നങ്ങളിലുള്ള ഒരു ഇടപെടലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്തിട്ടില്ല ഈ ഉപതെരഞ്ഞെടുപ്പിൽ എന്നാണ് അവർ തന്നെ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് കൂട്ടുകെട്ടും അതുപോലെ തന്നെ PDP CPM കൂട്ടുകെട്ട് ഇത് കൃത്യമായിട്ട് തന്നെ മറനീക്കി പുറത്തു വന്നു. അത് നിലമ്പൂരിലെ ജനതയ്ക്ക് ഒപ്പം അത് കേരളം മുഴുവൻ കണ്ടു. അതായത് പൊതുവെ കേരളത്തിൽ മതേതര രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പുറമേനി നടിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ UDFൻ്റെയും ആ ഒരു കപടത ആളുകളുടെ ഉള്ളിൽ അത് കൃത്യമായിട്ട് അത് തിരിച്ചറിയാൻ കൂടെ കൃത്യമായി തിരിച്ചറിയാൻ കൂടെ ജനങ്ങൾക്ക് കേരള സമൂഹത്തിന് മുഴുവൻ തിരിച്ചറിയാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു അത് കേരള സമൂഹം ആ മുഖംമൂടി കേരള സമൂഹം തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കണം തോന്നുന്നു ഏറ്റവും പുതുതായിട്ട് ഈ ജനസംഘത്തിൻ്റെ കാലത്ത് അല്ലെങ്കിൽ ജനതാ പാർട്ടിയുടെ കാലത്ത് ആ സമയത്തൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടുകളോ അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന നമുക്കറിയാം ഈ BJP ഒക്കെ രൂപീകൃതമാകുന്ന അതിനു മുൻപായിട്ടുള്ള അവരുടെ ആ ഒരു കാലത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPI കോൺഗ്രസുമായിട്ട് കൂട്ടുചേർന്ന കാലങ്ങളുണ്ടായിരുന്നു. CPM-ഉം അത് അത്തരത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ ഇവിടെ അങ്ങനെ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. പിന്നീടാണ് അടിസ്ഥാനവുമില്ല എന്ന് ഇരിക്കെ ആ വിഷയങ്ങൾ വീണ്ടും ചർച്ചയാക്കാൻ ശ്രമിക്കുന്നു. അതായത് ഈ ജനതാ പാർട്ടിയെയും ജനസംഘത്തെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ വിഷയങ്ങളിലേക്ക് വിഷയം ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അതെനിക്ക് തോന്നുന്നു ഈ ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ടും ഒപ്പം തന്നെ ഈ PDP ഇടതുപക്ഷത്തിൻ്റെ കൂട്ടുകെട്ട് ഇത് പുറത്തെ പൊതുസമൂഹം വ്യക്തമാക്കിയതിലെ ജാള്യത അല്ലെങ്കിൽ അത് മറച്ചു പിടിക്കുന്നതിന് പുതിയ തരത്തിൽ കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ എന്നതിൻ്റെ ഒരു അവസാനത്തെ ശ്രമമായിരിക്കണം എന്ന് തോന്നുന്നു. അത് അല്ലേ അത്തരത്തിൽ? തീർച്ചയായും അത്തരത്തിലുള്ള ഈ മതമൗലികവാദ സംഘടനകളുമായുള്ള ഇടത് വലത് മുന്നണികളുടെ കൂട്ടുകെട്ട് അത് വലിയ രീതിയിൽ തന്നെ ഈ കേരളീയ സമൂഹം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യം, ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രീണനം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ സ്ഥലത്തിന് അനുസരിച്ചുള്ള, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രീണനം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു പ്രചാരണമായിരുന്നു ഈ രണ്ട് മുന്നണികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായത്. നമുക്ക് കൃത്യമായി അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഈ PDP-യുടെയും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും എല്ലാം തന്നെ ഈ കൂട്ടുകെട്ടിനെ അവർ വലിയ കാര്യമായി എടുത്തതും അത് വലിയ രീതിയിൽ തന്നെ പ്രചരിപ്പിച്ചതും. നമുക്കറിയാം ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് പണ്ട് മുതലേ മതരാഷ്ട്രവാദവുമായി തുടങ്ങിയ ആ ആശയത്തിൽ തുടങ്ങിയ അങ്ങനെ പറഞ്ഞ് തുടങ്ങി. അതെ. അതോടൊപ്പം തന്നെ നമുക്ക് PDP ഇപ്പോഴും അബ്ദുൽ നാസർ മദനി ജയിലിലാണ് കിടക്കുന്നത്. അതിൻ്റെ ചെയർമാനാണ്, PDP-യുടെ ചെയർമാനാണ്. ഭീകരവാദ കേസിലാണ് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്. അതോടൊപ്പം കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ്, കോയമ്പത്തൂർ സ്ഫോടന കേസിൽ അങ്ങനെ നിരവധി ലഷ്കർ ഇ തോബയുടെ കമാൻഡറായിരുന്നു അന്ന് തടിയൻ്റെ അവിടെ നസീർ. അയാളുടെ മാതൃസംഘടനയാണ് PDP. അവരെയാണ് ഇടതുപക്ഷം കൂടെ ചേർത്ത് ഇപ്പോൾ എന്തായാലും നമ്മൾ നിലമ്പൂർ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ആ വിധി എഴുത്ത് എന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി. ഇടതും വലതും വർഗീയതയെ കൂട്ടുപിടിച്ചതും അതോടൊപ്പം തന്നെ വികസനം മാത്രം മുൻനിർത്തിയുള്ള NDA-യുടെ പ്രചാരണവും ഒക്കെ എത്രത്തോളം ഫലം കണ്ടു എന്നുള്ളത് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. നിലമ്പൂർ പോളിംഗ് ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് 5 മണിവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനവും അരുൺ ആലത്തൂർ.